ഭൂമിയിൽ നിലാവ് പരത്തി വിശാലമായ ആകാശവീതിയിൽ വ്യത്യസ്ത വേഷപ്പകർച്ചയിൽ നാം കാണുന്ന മഹാവിസ്മയമായ അമ്പിളിയമ്മാവനെന്ന് നാം സ്നേഹത്തോടെ വിളിക്കുന്ന ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിയാം. പ്രിയ കൂട്ടുകാർക്ക് ചാന്ദ്രദിന ക്വിസിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ഏത്? ചന്ദ്രൻ. ചന്ദ്രന്റെ വ്യാസം എത്രയാണ്? 3474 കിലോമീറ്റർ. നീൽ ആംസ്ട്രോങ്ങിന്റെയും കൂട്ടരുടെയും ചാന്ദ്രയാത്രയിൽ അപ്പോളോ 11 വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് ഏത്? സാറ്റേൺ വി. ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നീലചന്ദ്രൻ, ബ്ലൂ മൂൺ. ചന്ദ്രനിൽ വസ്തുവിന്റെ ഭാരം എത്ര? 1/6. ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 മാത്രമേ ചന്ദ്രനിൽ ഭാരം അനുഭവപ്പെടുകയുള്ളൂ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരം വരുന്ന ഒരു വസ്തുവിന് ചന്ദ്രനിൽ എത്ര ഭാരമുണ്ടാകും? 10 കിലോഗ്രാം. 60ന്റെ 1/6 10 ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? 1.3 സെക്കൻഡ്. മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പ്, മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം. ആരുടെ വാക്കുകൾ? നീൽ ആംസ്ട്രോങ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര? 15 കോടി കിലോമീറ്റർ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. എന്നാൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. എന്നാൽ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ. സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ചൊവ്വ. ഏതു ഗ്രഹമാണ് ചുവന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്നത്? ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രഹത്തിലാണ്? ചൊവ്വ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ്. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് എന്താണ്? ആസ്ട്രോനറ്റ്സ്. എന്നാൽ റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര് എന്താണ്? കോസ്മോനറ്റ്സ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? എജുസാറ്റ്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? പ്രകാശവർഷം. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ച വ്യക്തി ആരാണ്? ജെയിംസ് ഇർവിൻ. ജെയിംസ് ഇർവിൻ ചന്ദ്രനിലൂടെ ഓടിച്ച വാഹനത്തിന്റെ പേര് എന്ത്? റോവർ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രങ്ങളെ വിളിക്കുന്ന പേരെന്ത്? സൂപ്പർനോവ.
ചന്ദ്രനെ ആദ്യമായി വലയം വെച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ലൂണ 10. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഏത്? സരൾ. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? യൂറി ഗഗാറിൻ. അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേര് എന്ത്? അപ്പോളോ മിഷൻ. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതാര്? ഹാൻസ് ലിപ്പർഷെ. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശ്. ലോകത്തെ ഒന്നാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? എക്കോ അമേരിക്ക. ബഹിരാകാശത്ത് ഇറങ്ങിയ രണ്ടാമത്തെ വനിത ആര്? സാലി റിഡ്. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഏത് ദിവസങ്ങളിലാണ്? വെളുത്ത വാവ് ദിവസങ്ങളിൽ. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിന്റെ പേര് എന്താണ്? ലൂണ 16. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ദൗത്യത്തിൽ ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? അടൽ ബിഹാരി വാജ്പേയി. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 2023 ജൂലൈ 14. ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പ്രദേശം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ശിവശക്തി പോയിന്റ്. ചാന്ദ്രയാൻ 3ന്റെ ഭാരം എത്രയാണ്? 3900 കിലോഗ്രാം. ലൂണ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ചന്ദ്രൻ. ടെറ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഭൂമി. ഇത്തരം ഇന്നോവേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.